ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വൈഫിന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട്. ഏകദേശം 10-11 വർഷം മുമ്പ് അല്ലെ, 10-11 വർഷം മുമ്പാണ് അവളെ ഫ്രണ്ടിനെ ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. അതിനുശേഷം അവള് ദുബൈയിലോട്ട് വരികയും ഇപ്പൊ ദുബൈയില് ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട. പെരുന്നാളിന്റെ ലീവ് ഏകദേശം ഇന്നത്തോടു കൂടി തീർന്ന്. നാളെ മുതൽ ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയുണ്ട്. അപ്പോ മക്കൾക്ക് സ്കൂളില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു വീഡിയോ പെരുന്നാൾക്ക് എടുത്ത് വെച്ചതാണ്. മഴയായതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നേരെ ഇന്റർനാഷണൽ സിറ്റിയിലോട്ട്. 10 ഇന്റർനാഷണൽ ക്ലസ്റ്റർ അടങ്ങുന്നതാണ് ഇന്റർനാഷണൽ സിറ്റി. ചൈന, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ഗ്രീസ്, റഷ്യ, മൊറോക്കോ, പേർഷ്യ, പിന്നെ UAE. ഈ ഓരോ രാജ്യങ്ങളുടെ മാതൃകയിലാണ് ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിനെയും കൂട്ടി നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലെയല്ല, ആള് പ്യോർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. ഞാൻ കൂടുതലായിട്ട് നോൺ കഴിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ രുചിയോ അല്ലെങ്കിൽ അതിന്റെ പേരോ എനിക്കറിയില്ല. എന്തായാലും അവസരം കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മക്കളും ഓരോന്നോരോന്നായി ട്രൈ ചെയ്തു. ഇവിടുത്തെ മെനു കണ്ടപ്പോഴാണ് മനസ്സിലായത് നോൺ വിഭവങ്ങളെക്കാൾ കൂടുതൽ ഐറ്റംസ് വെജിറ്റേറിയനിലുണ്ട് എന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത് കമ്മത്ത് ഗ്രൂപ്പിലോട്ടാണ്. അത്യാവശ്യം ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഒരു ഗ്രൂപ്പ് ശൃംഖലയാണ് കമ്മത്ത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സർവീസും ആംബിയൻസും ആണ്. അതുമാത്രമല്ല ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എന്നെ വല്ലാതെ അതിശയപ്പെടുത്തി. അതിനുശേഷം നേരെ പോയത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടാണ്. ഫെസ്റ്റിവൽ സിറ്റിയിൽ എനിക്ക് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്കും മറ്റുള്ളവരെല്ലാം ഷോപ്പിങ്ങിലോട്ടും തിരിഞ്ഞു. ഏകദേശം 1-2 മണിക്കൂറിന് ശേഷം അവിടെ നിന്നിറങ്ങി ഒരു ചായയും കുടിച്ച് പിരിഞ്ഞു. എനിവേ, താങ്ക് യു സോ മച്ച്.